പോയോന്നൊരു ഡൗട്ടുണ്ട്. സിനിമ കണ്ടിറങ്ങിയപ്പോൾ ബോട്ടിലിനകത്ത് കണ്ടിറങ്ങിയപ്പോഴല്ല സിനിമയെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ വെള്ളം കുടിക്കാൻ നേരത്ത് ബോട്ടിൽ നോക്കിയപ്പോൾ നീല കളർ. അപ്പോൾ എനിക്കൊരു ഡൗട്ട്, ഗുളികയ്ക്കൊരു നീല വെള്ളം കളറായിരുന്നു. അതിനകത്ത് പോയോന്ന് എനിക്കറിയാൻ വയ്യ. പോയിട്ടുണ്ടെങ്കിൽ ഉടനെ അറിയാൻ പറ്റും. അപ്പോൾ അത് കാരണം എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ഇത് 4 ദിവസം കൊണ്ട് ലോഷൻ ഉപയോഗിക്കുന്നുണ്ട്. 10 ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പിന്നീട് ആഴ്ച ഓരോ ദിവസം വീതമാണ് ഈ ലോഷൻ ഉപയോഗിക്കേണ്ടത്. അത് പണ്ടും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു ഡോക്ടറിനെ എന്നെ കണ്ടിട്ട് എന്തോ സങ്കടം തോന്നിയിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് എന്ന് വെച്ചാൽ എനിക്ക് ആ ചെവിയുടെ ഇൻഫെക്ഷൻ വന്നിടം തൊട്ടുണ്ടല്ലോ, ചെവിയുടെ ഇവിടെ ഇങ്ങനെ ഇൻഫെക്ഷൻ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇപ്പോഴും ആ ഒരു തടുപ്പ് ചെറുതായിട്ടുണ്ട്. ഇനി ഇതെന്ത് കുന്തമാണോ തീരുമെന്നൊന്നും എനിക്കറിയത്തില്ല. വന്നിടം തൊട്ട് എനിക്ക് ഭയങ്കര ടെൻഷൻ, ഇത് എന്തുവാണെന്നുള്ളത്. പിന്നെ ഇവിടെ ഷിഫായി കൊണ്ടുവന്ന് കാണിച്ചായിരുന്നല്ലോ നമ്മൾ. അപ്പോൾ അവിടുന്ന് ഡോക്ടർ ലോഷൻ തന്നിട്ട് അത് നിങ്ങൾ ഷോർട്സിൽ കണ്ടു കാണുമായിരിക്കും ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ച് കെട്ടുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പനിയായി. അപ്പോൾ അന്ന് ഡോക്ടർ പറഞ്ഞാൽ ഡെർമറ്റോളജി ഒന്ന് കണ്ടേക്കണേന്ന് പറഞ്ഞു. മടി കാരണം എനിക്ക് പോകാൻ താല്പര്യമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ദിവസമായപ്പോൾ എനിക്ക് ഇവിടുത്തെ ചെവിയുടെ പ്രശ്നമാണോ എന്തോ, എനിക്ക് കണ്ണു പോലും തുറക്കാൻ വേദൊരവസ്ഥ. ഞാൻ അങ്ങനെ കട്ടിലേക്ക് കിടന്നുകൊണ്ട് തന്നെ നൈറ്റ്സ് ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട്, നമുക്കറിയാവുന്ന ഒരു ചേച്ചിയാണ് ബുക്ക് ചെയ്തത്. നമ്മൾ ചേച്ചിയെടുത്ത് വിളിച്ച് ഞാൻ പറഞ്ഞു, ചേച്ചി എന്നെ സത്യം പറഞ്ഞാൽ വഴക്ക് പറഞ്ഞു കേട്ടോ. ചീത്ത പറഞ്ഞില്ല, നമ്മൾ വഴക്ക് നന്നായിട്ട് പറഞ്ഞു. കാര്യം എന്ന് വെച്ചാൽ തലേന്ന് വിളിച്ച് ഡോക്ടറിനെ ബുക്ക് ചെയ്യണം. അപ്പം ഞാൻ അന്ന് രാവിലെ വിളിച്ചു, ചേച്ചി എനിക്ക് ഒട്ടും വയ്യ, എങ്ങനെയെങ്കിലും ഒന്ന് ബുക്ക് ചെയ്ത് വെച്ച് അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ചേച്ചി വിളിച്ചപ്പോൾ എൻ്റെ നമ്പർ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പോയി. അപ്പോൾ ഡോക്ടറെ കണ്ട്, ഡോക്ടർ സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഡോക്ടറെ എനിക്ക് വീണ്ടും ഇങ്ങനെ ഡ്രൈ സ്കാൽപ്പാന്ന് തോന്നുന്നു, എന്തുവാന്ന് എനിക്കറിയാൻ വയ്യ, അങ്ങനെ എങ്ങനെയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ പോകുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ ഇവിടെയൊക്കെ ഡൈ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓണസ്റ്റ്ലി ഞാൻ ഡൈ ചെയ്തിട്ടുണ്ട്. ഞാൻ അപ്പോൾ ഇവിടെ ഒന്നും ഡൈ ഒന്നും ചെയ്തില്ല. എന്നെ കണ്ട സത്യം പറഞ്ഞാൽ എന്തോ ഒരു മാരക അസുഖമുള്ള ഒരാളെ കണക്കായിരുന്നു അപ്പോൾ ഫീൽ ചെയ്തത്. അതുകൊണ്ടായിരിക്കും ഡോക്ടർ ഇങ്ങോട്ട് തന്നെ ചോദിച്ചിട്ട് ഓരോ മെഡിസിൻസ് തന്നത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഡോക്ടറെ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ 1 വർഷം മുമ്പാണ്. കറക്റ്റ് 1 വർഷമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെല്ലുമ്പോഴും ഡോക്ടർ ആ പ്രിസ്ക്രിപ്ഷൻ എടുത്ത് നോക്കിയിട്ട് ഇയാൾ വന്നിട്ട് കറക്റ്റ് 1 വർഷമായി, എന്ത് ഇതിനിടയ്ക്ക് വെച്ച് വരാനെന്ന് വെച്ചാൽ. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ പൊതുവേ സ്കിന്നിന് വേണ്ടിയിട്ട് അങ്ങനെ കാണാൻ പോക്ക് കുറവാണ്. എങ്ങനെയെങ്കിലും ഞുണുക്ക് പണികൾ ചെയ്ത് സ്കിന്നിനെ നോക്കുന്ന ഒരാളാണ് ഞാൻ. കാര്യം അതിനുള്ള സമയമില്ലാത്തതല്ല, എക്സ്പെൻസ് ആണല്ലോ. സ്കിന്നിൻ്റെ എന്ത് കാര്യം എടുക്കണമെങ്കിലും എക്സ്പെൻസാണ്. അപ്പോൾ അത് ചെയ്യാറില്ല. അങ്ങനെ ഞാൻ ചെന്നപ്പോൾ ഈ കണ്ണിൻ്റെ അടുത്തൊക്കെ ഭയങ്കര കറുപ്പും കാര്യങ്ങളായിരുന്നു കേട്ടോ. ചെല്ലുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഞാൻ വളരെ ഒരു മോശം സ്റ്റേജ് കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഡോക്ടറെ ചെന്ന് കണ്ടത്. അപ്പോൾ ഡോക്ടർ എനിക്ക് ഈ ഒരു ഓയിൽമെൻ്റാണ് കേട്ടോ, കണ്ണിനടിയിൽ നിങ്ങൾക്ക് ഞാൻ ഇത്ര കാണിച്ചു തരാം. എൻ്റെ കണ്ണ് ബാക്കിയുള്ള വീഡിയോസിൽ നിങ്ങളൊന്ന് നോക്കി വെക്കണം കേട്ടോ. നല്ല വ്യത്യാസമുണ്ട്. പക്ഷേ ഇതിട്ടിട്ടല്ല, ഞാൻ ഇതൊന്നും പൊട്ടിച്ചില്ല. അന്ന് ഞാൻ മേടിച്ചുകൊണ്ട് വന്നതാണ്. ആകെ ഞാൻ ഈ ലോഷൻ തേക്കാൻ തുടങ്ങിയിട്ട് 4 ദിവസം. കാര്യം ഈ ഡെർമറ്റോളജി തന്ന മരുന്നൊന്നും എടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലായിരുന്നില്ല ഞാൻ കേട്ടോ. അതാണ് സത്യാവസ്ഥ.